നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. US പ്രസിഡന്റ് JD വാൻസ് കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിൽ 21 മണിക്കൂർ ദീർഘമായിട്ടുള്ള ഒരു ചർച്ച. ആ ചർച്ച പ്രത്യേകിച്ചും തന്നെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഇല്ലാതെ തന്നെ അദ്ദേഹം അമേരിക്കയിലേക്ക് മടങ്ങി. അതൊരു നെഗറ്റീവ് ന്യൂസ് ആയിട്ടാണ് ലോക മാധ്യമങ്ങൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ അതൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടും ഇന്ന് രാവിലെ നമുക്ക് പ്രീ മാർക്കറ്റിലും അത് ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു വലിയ ഗ്യാപ്പ് ഡൗൺ നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നു. US ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും രാവിലെ തന്നെ നെഗറ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്യാപ്പ് ഡൗൺ പ്രത്യേകിച്ച് ഒരു സർപ്രൈസ് നമ്മളിൽ ഉണ്ടാക്കിയില്ല. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാർക്കറ്റ് ആദ്യത്തെ 5 മിനിറ്റിൽ ക്രിയേറ്റ് ചെയ്ത ലോ അത് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ലോ. അവിടുന്ന് മാർക്കറ്റ് അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോയൊരു കാഴ്ചയാണ്. സെൻസെക്സും നിഫ്റ്റിയെല്ലാം തന്നെ റിക്കവർ ചെയ്തു. സെൻസെക്സ് 700 പോയിന്റ് മൈനസിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ആവട്ടെ 24,000 മുകളിൽ 24,050 തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ക്ലോസ് ചെയ്ത നിഫ്റ്റി ആയിരുന്നു. ഇന്ന് 23,800 മാർക്കറ്റിൻ്റെ ക്ലോസ് നടന്നത്. എങ്കിലും മാർക്കറ്റ് ഒരു 400 പോയിന്റിൽ ഏകദേശം ഒരു 200 പോയിന്റിൻ്റെ ഒരു റിക്കവറി രേഖപ്പെടുത്തി. ഇന്ത്യയിൽ ഇന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരുന്നു. ഇൻഫ്ലേഷൻ ഡേറ്റ 3.4 ആണ്. അപ്പോൾ എക്സ്പെക്ട് ചെയ്തതിലും മികച്ച ഒരു ഇൻഫ്ലേഷൻ ഡേറ്റയാണ് വന്നത്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ US അതുപോലെ തന്നെ ഒരുപാട് എക്കണോമിക് ഡേറ്റ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ മാർക്കറ്റ് നെഗ്ലക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഇസ്രായേൽ ഇറാൻ വാറിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതായത് വാറിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്, വാറ് കൂടുന്നു എന്നാൽ പിന്നെ മാർക്കറ്റ് ഡൗൺ, വാറ് പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം വരുമ്പോൾ മാർക്കറ്റ് അപ്പ്, വാർ ഓറിയൻറ്റഡ് മാർക്കറ്റായി മാറിയിട്ടുണ്ട്. അത് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. ഈ വാറിൽ എന്തും സംഭവിക്കാം. ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും സംഭവിക്കാം. ഈ ഇസ്ലാമാബാദിലുള്ള ഈ ഒരു കൂടിക്കാഴ്ചക്ക് ശേഷവും ചർച്ചകൾ തുടരുന്നുണ്ട്. പാകിസ്ഥാൻ വീണ്ടും അതിൻ്റെ മധ്യസ്ഥ വഹിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അടുത്തിടെ റഷ്യയും അതിൻ്റെ മധ്യസ്ഥ വഹിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് റിവേഴ്സിൽ വന്നേക്കാം. ചെറിയൊരു പോസിറ്റിവിറ്റി മതി മാർക്കറ്റ് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ. നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ അതുപോലെയുള്ള ശക്തമായിട്ടുള്ളൊരു റാലി. അപ്പോൾ രണ്ട് ഭാഗത്തേക്കും അത് നമ്മൾ പേടിക്കണം, എസ്പെഷ്യലി ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആളുകൾ. എനിവേ ഈ ഒരു റീസെൻ്റ് ലോയിൽ എല്ലാം തന്നെ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഭേദപ്പെട്ട ഒരു പ്രോഫിറ്റിലായിരിക്കാം അവരിയ്ക്കുന്നത്. അതായത് പുതിയ എൻട്രി ചെയ്ത ആളുകൾ. ഇനി മാർക്കറ്റിലെ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നമുക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും ഇന്നത്തെ ഡേ ലോ 5 മിനിറ്റിൽ ക്രിയേറ്റ് ചെയ്ത 23,553 നിന്ന് അതിശക്തമായിട്ട് മാർക്കറ്റ് മുന്നോട്ട് പോയി 23,900 റെസിസ്റ്റൻസ് മൾട്ടിപ്പിൾ ടൈം അത് റെസിസ്റ്റ് ചെയ്യുന്നതിന് ശേഷം 23,818 ക്ലോസ് മാർക്കറ്റ് നടത്തിയ ഒരു കാഴ്ചയാണ്. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും HDFC ലൈഫ്, ICICI ബാങ്ക്, അദാനി എൻ്റർപ്രൈസസ്, NTPC, ടാറ്റ മോട്ടോഴ്സ്, പാസഞ്ചർ വെഹിക്കിൾ തുടങ്ങിയ കമ്പനീസാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് നിഫ്റ്റിയിൽ സാധിച്ചത്. അതേപോലെ തന്നെ നിഫ്റ്റിയിൽ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് ഐഷർ മോട്ടോഴ്സ് 5%, മാരുതി 4.62%, ഈ ക്രൂഡ് പ്രൈസിൽ എന്ന് സ്പൈക്ക് ചെയ്തതുകൊണ്ട് ഇൻഡിഗോ 3%, ബജാജ് ഫിനാൻസും റിലയൻസും ഇന്ന് 2.6%-ൻ്റെയും ഒരു ഫോള് നമുക്ക് ഇന്ന് കിട്ടി. അപ്പോൾ മാർക്കറ്റിൽ ഇന്ന് പ്രധാനമായിട്ടും ഹെൽപ്പ് ചെയ്ത ഒരു സ്റ്റോക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൻനിര കമ്പനീസാണ് HDFC, ICICI ബാങ്ക് പോലുള്ള കമ്പനീസ്. HDFC അല്ല, ICICI ബാങ്ക് പോലെയുള്ള കമ്പനീസ്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $32 ഇടിഞ്ഞ് 4,715 സിൽവർ ആവട്ടെ $3 ഇടിഞ്ഞ് 73 ബിറ്റ്കോയിൻ 70,000, ബ്രന്റ് ഓയിൽ $7 ഉയർന്ന് 102 നാച്ചുറൽ ഗ്യാസ് 2.4% സ്പൈക്ക് ചെയ്തു. കൂടാതെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവായിരുന്നു. ഇന്ത്യ വിക്സ് 8% സ്പൈക്ക് ചെയ്ത് 20,000. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഏറ്റവും താഴെ കാണാം, നെഗറ്റീവിൽ ട്രേഡിങ് തുടരുന്നു. ആസ് യൂഷ്വൽ നമ്മൾ പ്രത്യേകിച്ച് സർപ്രൈസ് ആകേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നാളെ മാർക്കറ്റ് അവധിയാണ്. അതുകൊണ്ട് തന്നെ പൊസിഷൻസ് ഒന്നും തന്നെ ഹോൾഡ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പല സമയങ്ങളിലും മാർക്കറ്റ് ഹോളിഡേ വിട്ടുപോകുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി കെയർഫുൾ ആവാൻ. കാരണം നാളത്തെ മാർക്കറ്റ് ഹോളിഡേ ഞാനും പേഴ്സണലി വിട്ടുപോയിരുന്നു. അപ്പോൾ അതല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്നുണ്ടായിരുന്നത്. പൊസിഷൻ ഹോൾഡ് ചെയ്താൽ കൂടിയും പെട്ടെന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇന്നാണല്ലോ എക്സ്പയർ ചെയ്യുക. അപ്പോൾ ആ ഒരു ചാൻസ് മിസ്സായി. അപ്പോൾ ഇനി കുറച്ചും കൂടി നമ്മൾ ആ ഒരു മേഖലയിൽ ട്രേഡിംഗ് ഹോളിഡേ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഡൗൺ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ സ്വിഗ്ഗി കോ ഫൗണ്ടർ നന്ദൻ, ഫുൾ നെയിം ഒന്ന് സെർച്ച് ചെയ്യുക, നന്ദൻ, അദ്ദേഹം റിസൈൻ ചെയ്ത ന്യൂസ് സ്വിഗ്ഗി ഇടിവ് രേഖപ്പെടുത്തി. ജ്യോതി CNC ഓട്ടോമേഷൻ കമ്പനിയും 16%-ൻ്റെ ഇടിവ് രേഖപ്പെടുത്തി. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തന്നെ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് സബ്സിഡിയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു അലിഗേഷൻ റിപ്പോർട്ട് ചെയ്തു.
ടാറ്റ കെമിക്കൽ കമ്പനി, ടാറ്റ ഇവരുടെ മാതൃ കമ്പനിയായിട്ടുള്ള ടാറ്റ സെൻസ് ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ടാറ്റ സെൻസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ടാറ്റ കെമിക്കലിന് വലിയ തോതിൽ സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ടാറ്റ കെമിക്കലിന് അതൊരു ഗുണം കിട്ടുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. സ്വരാജ് എൻജിൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് വന്നു 20% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചു. ഇനിയിപ്പോൾ അക്ഷയ തൃതീയാണ്, ഏപ്രിൽ 19, ഡേറ്റ് മറക്കണ്ട. ഗോൾഡെല്ലാം തന്നെ ഫോക്കസിൽ വരുന്ന സമയമാണ്. പുറങ്കര ഇവരുടെ സെയിൽസ് 190% സ്പൈക്ക് ഉണ്ടായിരുന്നു. സ്റ്റോക്ക് ഇന്ന് 16% അടുത്ത്, ഏകദേശം 10 to 16% ഒരു റാലി നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നേരെ സൂചിപ്പിച്ചപ്പോൾ തന്നെ വാർ ഓറിയൻറ്റഡ് മാർക്കറ്റ്, മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ആയിട്ട് നമ്മൾ വളരെയധികം പ്രേരിതമായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. കാരണം ഈ അടുത്തിടെ ഞാൻ ഒരുപാട് പേരുടെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ കണ്ടു. ഹ്യൂജ് ലോസ് വന്നിട്ടുള്ളത്, അതും നേക്കഡ് ബൈ പൊസിഷൻസ്, നേക്കഡ് ഫ്യൂച്ചർ ബൈ പൊസിഷൻസ് എല്ലാം തന്നെ. ഇന്നലെ നമ്മൾ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് നമ്മൾ റിയൽ ലൈഫിൽ കാശ് എത്രമാത്രം സൂക്ഷിച്ചാണ് ചിലവാക്കുന്നത്. ഒരു സാധനം വാങ്ങുമ്പോൾ, ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ, സ്വയം സ്പെൻഡ് ചെയ്യുമ്പോൾ എല്ലാം തന്നെ ആ ഒരു ജാഗ്രത പാലിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു ട്രേഡിങ്ങിൽ നമ്മൾ ലക്ഷൂറിയസ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. 10,000, 15,000, 20,000 എല്ലാം തന്നെ SL വെച്ച് കാശ് പൊട്ടിച്ച് കളയാണ്. പൊട്ടിക്കുന്ന കാര്യം പറയുമ്പോഴാണ് വിഷു നാളെ തന്നെയാണ്. വിഷു ആശംസകൾ, സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. എനിവേ കാശ് പൊട്ടിച്ച് കളയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ വളരെ ട്രേഡിങ് എല്ലാം തന്നെ ഒട്ടും ഡിസിപ്ലിൻ അല്ലാതെ ട്രേഡ് ചെയ്ത് കാശ് കളയുന്ന കാലമൊക്കെ അതിക്രമിച്ചു. ഇപ്പോൾ എത്ര നാളായി ഇപ്പോൾ നമ്മൾ ട്രേഡിങ്ങിലേക്ക് വന്നിട്ടുള്ളത്. ഇനിയും ലോസിൻ്റെ കഥകൾ മാറ്റി വെച്ച് പ്രൊഫഷണലായിട്ടൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യണം. പ്രൊഫഷണലായിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ ചില സമയങ്ങളിൽ ട്രേഡ് ചെയ്യാതിരിക്കണം. എസ്പെഷ്യലി ഒരു ദിവസം ഹോളിഡേ ആണ്, നാളെ അംബേദ്കർ ജയന്തി, മാർക്കറ്റ് അവധിയാണ്. നമ്മുടെ മാർക്കറ്റാണ് അവധി, ഗ്ലോബൽ മാർക്കറ്റുകളുണ്ട്. പൊസിഷൻസ് എടുത്തു വെച്ചാൽ ഗ്ലോബൽ മാർക്കറ്റിനോ അനുസൃതമായിട്ട് നിഫ്റ്റി മൂവ് ചെയ്യും, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ദിവസങ്ങളിൽ നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് എടുത്തേ പറ്റുള്ളൂ, ഓവർനൈറ്റ് ഹോൾഡ് ചെയ്താലാണ് സമാധാനമാകുകയുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എന്ന് നിർത്തുന്നോ അന്ന് മാത്രമാണ് നമുക്കിതൊരു പ്രോഫിറ്റബിൾ ബിസിനസ്സായി മാറുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുക. നമ്മൾ ചാനൽ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ശ്രമിക്കുക. കാരണം നമ്മൾ ചാനൽ രാവിലെയും വൈകിട്ടും വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റിൽ വളരെ സീരിയസ് കമൻറ്റൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. മാർക്കറ്റിനെ ശക്തമായിട്ട് പഠിച്ചിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ, എല്ലാ ദിവസവും FISൻ്റെ ഡേറ്റ നമുക്ക് വേണ്ടി ഇടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ. അപ്പോൾ ഈ ചാനൽ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെ നന്നായിട്ട് ട്രേഡ് ചെയ്യാനും നമ്മൾ ശ്രമിക്കണം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.